चिल्ड्रन पार्ट नौ बेलाराम ने खोजा मोग्ली. ബേലാറാം മോഗ്ലിയെ അന്വേഷിച്ചു. അങ്ങനെയാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് കേട്ടോ. അപ്പോൾ ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാകാം എന്താണ് ബേലാറാമ എന്താണ് അന്വേഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്ക്, അതിൻ്റെ അകത്ത് ഹം സിക്കെങ്കിൽ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കണം. മാനവത, മനുഷ്യത്വം, നിഡർ, പേടിയില്ലായ്മ, സങ്കട സെ ന ഘബ്രാന, ദുഃഖത്തിൽ ഭയന്ന് ജീവിതം വേണ്ട എന്ന് വെക്കുന്ന ആ ഒരവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ഈ പാഠങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അതാണ്. ഒരു കുന്നിന് ഒരു തടമുണ്ട്, ഒരു ദുഃഖത്തിന് ഒരു സുഖമുണ്ട്. അത് നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ജീവിതം അങ്ങനെയാണ്. സുഖവും ദുഃഖവും വിഷമങ്ങളും ഡിഫിക്കൽട്ടീസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് എന്തായാലും ഉണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ദുഃഖങ്ങളെ സഹിക്കുമ്പോഴും ഓർക്കുക, ഒരു നന്മ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പം സംഘടന ഘബരാന, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഭയപ്പെടാതിരിക്കുക. ജീവം കെ പ്രതി ദയാക്ക ഭാവ് രഖന, ജീവ്, മറ്റ് ജീവികളെ പ്രതി ഒരു ദയ നിറഞ്ഞ മനോഭാവം നമ്മളിൽ ഉണ്ടാവണം. ഹൗസല രഖന, നിസ്വാർത്ഥ ഭാവസെ സഹयोग करना. ഹൗസല രഖന, നമ്മൾ ഭയമില്ലാതെ നമുക്കൊരു പ്രതീക്ഷ വയ്ക്കുക. നിസ്വാർത്ഥ ഭാവസെ സഹयोग करना, സ്വാർത്ഥതയില്ലാതെ നമ്മൾ പരസ്പരം സഹയോഗ, പരസ്പരം ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അത് നമുക്ക് സ്വാർത്ഥതയുടെ ഭാവം നമ്മൾ ഉണ്ടാവരുത്. സംഘർഷ കർണ, യുദ്ധം ചെയ്യുക അല്ലേ. വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മൾ മുക്കാബല കർണ, നമ്മൾ ഫൈറ്റ് ചെയ്യുക. ഓരോ സമയത്തും നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്നും പഠിക്കേണ്ടത്. ഇനി പാഠത്തിൻ്റെ അകത്ത് ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. മോഗ്ലി നാമസെ അക്സർ ബെച്ചെ പരിചിത ഹെ. മോഗ്ലി എന്ന പേര് കുട്ടികളായിട്ടുള്ള എല്ലാവർക്കും പരിചിതമാണ് അല്ലേ. എല്ലാവർക്കും പരിചയം ഉള്ള ഒരു പേരാണ് മൗഗ്ലി. ആരാണ് മൗഗ്ലി? നിങ്ങൾക്കറിയാമല്ലോ ആരാ മൗഗ്ലി? ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഹിന്ദി നോവലിലെ, ഹിന്ദിയല്ല, ഇംഗ്ലീഷ് നോവലിലെ, ബ്രിട്ടീഷുകാർ എഴുതിയ ഒരു ഇംഗ്ലീഷ് നോവലിലെ കഥാപാത്രമാണ് ആര്? മൗഗ്ലി. അത് ആരെഴുതിയതാന്നൊക്കെ ഇതിൻ്റെ പാഠത്തിൻ്റെ പിന്നെ പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ കഥ എഴുതിയത് ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്, നമുക്ക് അത് അപ്പോൾ പഠിക്കാം. ഓക്കെ. അപ്പം അതിൽ കപ്പൽ തകർന്ന് ഒരു വലിയ ജനവാസമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഭാര്യയും ഭർത്താവും, ഗർഭിണിയായ ഭാര്യയും ഒരു ഭർത്താവും ഒറ്റപ്പെട്ടു പോവുകയാണ്. അവിടെ ഒരു കുടിൽ പോലെ ഒരു വീട്ടിൽ അവർ രണ്ടുപേരും കഴിയുന്നു. ആ സമയത്ത് ഭർത്താവിനെ ഭാര്യ ഡെലിവറി ആവുന്നു, കുഞ്ഞുണ്ടാവുന്നു, ഒരു ആൺകുട്ടി. അപ്പം അവർ രണ്ടുപേരും ഇങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് 3 പേരും കൂടെ അവിടെ താമസിക്കുമ്പോൾ ആ ഭാര്യയും ഭർത്താവിനെയും ഒരു ആനിമൽ വന്ന്, പുലിയ അങ്ങനെയും കണ്ടുള്ള ഒരു ജീവി ആക്രമിച്ചിട്ട് അവർ രണ്ടുപേരും മരിക്കുന്നു. അച്ഛനും അമ്മയും മരിച്ച് ഈ കുഞ്ഞ് ഒറ്റപ്പെട്ട് കരയാണ് അല്ലേ. ഒറ്റപ്പെട്ട് അവിടെ കിടന്ന് കരഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ ആരാ എടുത്ത് വളർത്തിയത്? അറിയാമോ നിങ്ങൾക്ക് ആരാ എടുത്ത് വളർത്തിയെന്ന്? എനിക്ക് തോന്നുന്നു ഒരു കരടിയാണ് അല്ലേ. കരടി എടുത്ത് വളർത്തുകയാണ് ഈ കുഞ്ഞിനെ. അങ്ങനെ വളർന്ന് വന്ന കുട്ടിയാണ് മോഗ്ലി. മോഗ്ലി എന്ന് പറഞ്ഞ ചിത്രകഥയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് മൗഗ്ലി എന്ന പേര് എല്ലാവരും പരിചയസമ്പന്നരാണ്. ഈ മൗഗ്ലി എന്ന പേരെല്ലാവർക്കും പരിചിതമാണ്. द जंगल बुक के मोगली पर अब लगभग 25 फिल्म बन चुकी है. ജംഗിൾ ബുക്ക് എന്ന പേരിൽ ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 25ഓളം സിനിമ ഇതിനെ അനുബന്ധിച്ച് ഇറങ്ങിയിട്ടുണ്ട്.
मध्य प्रदेश सरकार ने सिवनी जिले में बच्चों का एक पार्क बनाया है. മധ്യപ്രദേശ് സർക്കാർ സിവനി എന്ന് പറയുന്ന ജില്ലയിൽ കുട്ടികളുടേതായ ഒരു പാർക്ക് ഉണ്ടായിരിക്കുന്നു. അതായത് മൗഗ്ലി എന്ന പേരിൽ. ഇസേ മൗഗ്ലി പാർക്ക് നാം ദിയാ ഗയാ ഹൈ. ഇതിന് മൗഗ്ലി പാർക്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. മൗഗ്ലിക്ക് രോചക സത്യകഥ ജാനെ. മൗഗ്ലിയുടെ രോചകം, നമ്മുടെ രോമാഞ്ചം വരുന്ന സത്യത്തിലുള്ള കഥ നമുക്കറിയണ്ടേ. എങ്ങനെയാണ് ഈ മൗഗ്ലി എന്ന ജംഗിൾ ബുക്ക് എന്ന നോവൽ എഴുതാൻ ആ കഥാകാരന് പ്രചോദനം കൊടുത്ത സംഭവം എന്താണെന്ന് നമുക്കറിയണ്ടേ. നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, പുസ്തകത്തിലേക്ക് നോക്കുക. ഇപ്പോഴാണ് നമ്മുടെ കഥ ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. സർദി കെ ഉസ് ശാം മേളാറാം കെ ജാൻവർ ജംഗ്ലേ സെ വാപ്പസ് ആയി. മധ്യപ്രദേശാണ്. അവിടെ ആളുകൾ കൂടുതലായും മൃഗങ്ങളെ വളർത്തിയൊക്കെയാണ് ജീവിക്കുന്നത് അല്ലേ. ആളുകളൊക്കെ കൂടുതലായിട്ട് ആനിമൽസിനെ, പശു, ആട്, അങ്ങനെയുള്ള പല ജീവികളെയും കാട്ടിലൊക്കെ കൊണ്ടുപോയി മേയിച്ചും ഒക്കെയാണ് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ സർദിക ഉത്സാം, സർദി കോൾഡ് വിൻ്റർ സീസണിലെ ഒരു വൈകുന്നേരം മേളാറാം കെ ജാൻവർ എന്ന മൃഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പശുവോ ആട് എന്തോ ആകട്ടെ, ഈ മൃഗങ്ങൾ ജാൻവർ ജംഗിൾ സെ വാപ്പസായി കാട്ടിൽ നിന്നും തിരിച്ച് വന്നു. തോ പതാ ചലാക്കി ഉന്മേ ഏക് ഭേഡ് അവർ 3 ബക്രിയം കം ഥി. ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? അതിൽ പതാ ചലാക്കി ഉന്മേ സെ ഏക് ഭേഡ്, ഒരു ഷീപ്പ്, 3 ബക്രിയ, 3 ആടുകൾ, കമി ഥി, ഇല്ല എന്ന് മനസ്സിലായി. ഉസ്നെ ജാൻവരോക്ക് ഖൂബ് ഢൂണ്ട. അദ്ദേഹം മാനത്തിൽ പോയി മൃഗങ്ങളെ കുറേ അന്വേഷിച്ചു. പർ വേ നഹി മിലെ, എന്നാൽ അവറ്റയെ കിട്ടിയില്ല. इससे पहले ബൻവാരി और മഥലു की अपने जानवर खो चुके थे. ഇതിനൊക്കെ മുമ്പ് ഈ മേളാറാമിൻ്റെ ആനിമൽ മിസ്സാകുന്നതിന് മുമ്പ് തന്നെ വേറെ 2 പേരുടെ മൃഗങ്ങൾ കൂടി മിസ്സായിരുന്നു. ആരുടെയൊക്കെയാണ്? ബൻവാരിയുടെയും और മഥലു की अपने जानवर खो चुके, അവരുടെയും ഇങ്ങനെ മൃഗങ്ങളെ കാണാതെ പോയിരുന്നു. സഭി ഗാവ് വാലെ പരേശാൻ ഥേ. ആ ഗ്രാമവാസികൾ മുഴുവൻ ഭയങ്കര വിഷമത്തിലായി. മേളാം റാം കി ഉമ്ര 16 സാൽ കി ഥി. 16 വയസ്സുള്ള കുട്ടിയാണ്. മേളാറാം എന്ന് പറയുന്നത് ഒരു 16 വയസ്സുള്ള കുട്ടി ആണ്. വഹ ഗാവ് വാലോം കെ സാത്ത് പാസ് ഹി പോലീസ് ചൗക്കി പർ പഹുഞ്ച. അദ്ദേഹം ഗ്രാമവാസികളെയും കൂട്ടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നു. മേളാറാം की उम्र 16 सालाണ്. 16 साल थी. वह गाँव वालों के साथ पास की പോലീസ് ചൗക്കി പർ പहुंची. അടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തി. പോലീസ് ചൗക്കി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എത്തി. दारोगा का नाम अब्दुल रहमान था. दारोग का नाम അബ്ദുൾ റഹ്മാൻ था. അവിടുത്തെ ദാരോഗ് എന്ന് പറഞ്ഞാൽ പോലീസ് ഇൻസ്പെക്ടറാണ്. ദാരോഗ് ആരാണ്? പോലീസ് ഇൻസ്പെക്ടറിൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നായിരുന്നു. അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറിൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നായിരുന്നു. വഹ ഏക് നരം ദിൽ ഇൻസാൻ ഥാ. വളരെ നരം ദിൽ, ഒരു വളരെ മൃദുലമായ ഒരു മനസ്സിനുടമയായിരുന്നു. ദയയുള്ള ഒരാളായിരുന്നു. വളരെ ദയയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആര്? നമ്മുടെ അബ്ദുൾ റഹ്മാൻ. ഉസ്നെ മേളാറാം സെ കഹ. അദ്ദേഹം മേളാറാമിനോട് പറഞ്ഞു, തും ഘർ ജാവോ, നീ വീട്ടിൽ പോവുക. പോലീസ് ജരൂർ ഉസ് ചോർക്കോ പക്കടിലേക്ക്. തീർച്ചയായിട്ടും പോലീസുകാർ തീർച്ചയായിട്ടും മക്കളനെ പിടിക്കും. ഈ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന കള്ളനെ തീർച്ചയായിട്ടും പോലീസ് പിടിക്കും. दूसरे गाँव से भी പശുവും का लापता होने की खबरें मिल रही थी. അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഈ മൃഗങ്ങളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങി. പോലീസ് की गश्त बढ़ी दी गई है. അവർ അതിനുവേണ്ടി അന്വേഷണം ആരംഭിച്ചു.
मेलाराम सॉरी दूसरे गांव में पशुओं का लापता होने के खबर मिलने थी पुलिस की गश्त दी गई അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് പോലും മൃഗങ്ങൾ നഷ്ടപ്പെടുന്ന വിവരങ്ങൾ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു പോലീസ് ഇങ്ങനെ റൗണ്ട് അടിക്കാൻ തുടങ്ങി ഡിസംബറിലെ ഒരു ദിവസമായിരുന്നു ഈ കാലഘട്ടത്തായിരുന്നു കേട്ടോ അതായത് സർദി എന്ന് പറഞ്ഞാൽ സാധാരണ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ 3 മാസമാണല്ലോ വിൻ്റർ സീസൺ അപ്പം ഡിസംബറിലെ ഒരു ദിവസമായിരുന്നു സർദി ഖൂബ് തീ ഭയങ്കര തണുപ്പുള്ളൊരു ദിവസവും ആയിരുന്നു ബാരിഷ് ഹോരഹിത്തി ബാരിഷ് മഴ പെയ്യുന്നുണ്ടായിരുന്നു മേളാറാം സോരഹാത്ത മേളാറാം ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ആദ്യ രാത്രിക്ക് കരി ബൗസെ കുച്ച് ആവാസ് സുനായി പടി ഏകദേശം പാതിരാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് കുറച്ച് സൗണ്ട് ഒച്ചയൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങി ഉസ്നെ ജോർ സെ ആവാസ് ലഗായി അദ്ദേഹം ഉറക്കെ വിളിച്ച് ചോദിച്ചു ലഗായി കോൻ ഹൈ ആരാണ് അദ്ദേഹം ഉറക്കെ വിളിച്ച് ചോദിച്ചു ആരാണ് വഹ ലാട്ടി ലേക്കർ ഭാഗ അദ്ദേഹം വടിയെടുത്തു ലാട്ടി എന്ന് പറഞ്ഞാൽ കുറുവടി എടുത്തുകൊണ്ട് ഓടി उसने देखा അദ്ദേഹം കണ്ടു कि बाड़े के दरवाजे टूटा पड़ा है അതായത് വേലിയുടെ ബാടെ എന്ന് പറഞ്ഞാൽ വേലിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു ഏക ബക്രി ഗിർ പടി थी ഒരു ആട് നിലത്ത് വീണ് കിടക്കുകയാണ് ഉൻകി പീട്ട് സെ ഖൂബ് ഖൂൻ ബഹരാത്ത അവൻ്റെ മുതുക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്ത് വരികയാണ് രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഷോർ സുൻകർ ലോഗ് ഭി ഘർ സെ ബാഹറായേ ഈ ഒച്ചപ്പാടും ബഹളവും എല്ലാം കേട്ടപ്പോഴേക്കും ആളുകളും എന്താ പുറത്തേക്ക് വന്നു ഷോർ സുൻകർ ലോഗ് ഭി ഘരോം സെ ബാഹറായേ വീടുകളിൽ നിന്നും ഈ ഒച്ച കേട്ട് ആളുകൾ പുറത്തേക്ക് വന്നു ലാട്ടിയാം അവർ മസാലവും ലേക്കർ പോലീസ് ബി ആയി ലാത്തിയും എടുത്ത് പിന്നെ മസാല പന്തം നമ്മൾ പഠിച്ച അല്ലേ പന്തം എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു पुलिस वालों ने देखा कि बारिश से गीली हुई जमीन पर किसी के कदमों के निशान थे पुलिस ने देखा पुलिसुകാർ കണ്ടു बारिश से गीली हुई जमीन पर മഴ പെയ്ത് തണുത്തുറഞ്ഞു കിടക്കുന്ന ജമീനിൽ മണ്ണിൽ കിസിക്ക് കഥമോക്കെ നിശാൻ ഥേ ആരുടെയൊക്കെയോ കാൽപ്പാടുകൾ അടയാളം നിശാൻ അടയാളമാണ് കേട്ടോ കിസിക്ക് പാദത്തിൻ്റെ കഥമോക്കെ കഥം എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകൾ കാണാനായിട്ട് പറ്റി മിട്ടി പർ കിസി ആദ്മി കെ പയറോം കെ ചപ്തോ ഥി മിട്ടിയിൽ ഈ മണ്ണിൽ ഏതോ മൃഗങ്ങളുടെ കാൽപാദത്തിൻ്റെ അടയാളം ഉണ്ടായിരുന്നു കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു പക്ഷേ സാത്ത് ഹി ഹത്തേലിയോം ക ചാപ്പ് ഭീ ഥി കൈയുടെ പാടുകളും ഉണ്ടായിരുന്നു ഏ നിശാൻ തോടി ദൂർ ജാക്കർ മിട്ട് ഗേ ഈ അടയാളം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് വിട്ടുപോയി ക്യോങ്കി ബർസാത്ത് കെ കാരണം ജഹാം തഹാം പാനി ഭർ ഗയാത്ത കാരണം ബർസാത്ത് മഴ പെയ്തതുകൊണ്ട് ഈ അടയാളങ്ങൾ ജഹാം തഹാം പാനി എല്ലായിടത്തോടെയും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഈ അടയാളം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലാതെ ആയി പോയി മേജർ നിക്സൺ ഭി ആകെ മേജർ നിക്സണും അങ്ങോട്ട് വന്നു സബ്നെ മിൽക്കർ ഏക് ജന്തു കോ ഖോജന സബ്നെ മിൽക്കർ ഉസ് ജന്തു കോ ഖോജന ശുരു കിയ എല്ലാവരും ഒന്നു ചേർന്ന് ആ ജന്തുവിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു മേജർ നിക്സൺ പറഞ്ഞു ഹമേ ബഡി സാവധാനി ബർത്തിനി ഹേ നമുക്ക് കുറച്ച് നമുക്കൊന്ന് ഇച്ചിരി ശ്രദ്ധാപൂർവം നമ്മൾ നോക്കേണ്ടി ഇരിക്കുന്നു നമുക്ക് നല്ല ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ ജീവിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം മനുഷ്യൻ്റെ കാൽപ്പാടുകളാണ് പക്ഷേ കാട്ടത്തിൽ കൈയുടെ പാടുകളും നിലത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും 4 കാലിൽ നടക്കുന്ന ജീവിയാണ് ആ ജീവി എങ്ങനെയാണ് നിലത്ത് കൈ ഊന്നിയാണ് നടക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെ നമുക്ക് ശ്രദ്ധയോടുകൂടി വേണം ഈ ജീവി അന്വേഷിക്കാനെന്ന് മേജർ നിക്സൺ അവരോട് പറഞ്ഞു ബർത്തിനെ ചോരം കി
തദാത് ജാദാഭി ഹോ സക്തി ഹേ, ചിലപ്പം കള്ളന്മാരുടെ എണ്ണം കൂടുതലാകാനും സാധ്യതയുണ്ട്. ഇത് കള്ളന്മാരല്ലാണ്ട് വേറെ ആരാണ്, എന്ത് ജീവിയാണ് പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. കാരണം കാൽപ്പാട് മനുഷ്യൻ്റേത് പോലുള്ള കാൽപ്പാടുകളാണ് അല്ലേ, കൈയും കുത്തിയിട്ടുണ്ട്. അപ്പം കള്ളന്മാരുടെ നമ്പർ ചിലപ്പോൾ കൂടുതലാവാൻ സാധ്യത ഉണ്ട്. ഗാവകെ ബാഹർ ടൂട്ടാ ഹുവ മന്ദിർത്ത, ഈ ഗ്രാമത്തിന് പുറത്ത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു മന്ദിരമുണ്ടായിരുന്നു. വഹാം പർഹി രഹതാത്ത, അവൻ അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഉസ്കെ ആസ് പാസ് ഖൂബ് ഘന ജംഗൾത്ത, ഇതിന് ചുറ്റും നല്ല കട്ടിയുള്ള തിക്ക് ഫോറസ്റ്റാണ്. മേളാറാം കാ കുത്താബി ഉസ്കെ സാധ്യത, മേളാറാമിൻ്റെ പട്ടിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അന്വേഷിക്കുകയാണ് കേട്ടോ, ഇത് ഏതാ ഈ ജീവി എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അന്വേഷിക്കുകയാണ്. उसने जोर जोर से भौंकना शुरू कर दिया. പട്ടി ഉറക്കെ കുരയ്ക്കാനായിട്ട് ആരംഭിച്ചു. പോലീസ് കുത്തേഭി ഭൗക്കനിലേക്ക് പോലീസ് നായ കൂടി കുരയ്ക്കാനായിട്ട് തുടങ്ങി. ദർവാസ ടൂട്ടാ പടാത്ത, വാതിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഫീത്തർ കോയി നഹീത്ത, അകത്ത് ആരെയും കണ്ടെടുക്കാൻ പറ്റില്ല. ഫിർബി ഇലകാക്കി കുത്തോംക്കി കിസി കെ ഹോനെ ക ശങ്കഥ, എന്നാൽ പട്ടികൾ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത് കൊണ്ട് മിക്കവാറും അകത്ത് ആരോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും തീരുമാനിച്ചു. ആകെ ബെഡോ, മുന്നോട്ട് പോകൂ. മേജർ നിക്സനെ ആദേശിച്ച മേജർ നിക്സൺ എല്ലാവരും പറഞ്ഞു മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു. മസാല ലേക്കർ സിപ്പാഹി മന്ദിർ മേ ഘുസ് ഗയെ, മസാല എന്ന് പറഞ്ഞാൽ പന്തങ്ങൾ അല്ലേ, പന്തം ടോർച്ചൊക്കെ എടുത്ത് സിപ്പാഹി പട്ടാളക്കാർ മന്ദിരത്തിനുള്ളിലേക്ക് കയറി. മേളാറാം അവർ ഉസ്ക കുത്താബി ഉസ്കെ സാത്ത് ഥേ, മേളാറാമും അദ്ദേഹത്തിൻ്റെ പട്ടികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. मंदिर में नीचे की ओर टूटी हुई सीढ़ियाँ दिखी. मंदिर में नीचे की ओर, മന്ദിരത്തിൽ താഴേക്ക് പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ലഗ്താഥ നീച്ചെ കോയി തഹക്കാന ഒക്കെ, ആരോ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുണ്ട് എന്ന് തോന്നിച്ചു. തബി കോയി ഗുറായ, അപ്പോൾ ആരോ മുരണ്ടു. മുരണ്ടെന്ന് പറഞ്ഞാൽ മുരളുക. സിപ്പാഹി സഹം ഗയെ, ആളുകൾ സിപ്പാഹി പെട്ടെന്ന് പേടിച്ചു പോയി. സഹമനാന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു. ഗേ ലേക്കിൻ മേളാറാം സാഹസിത, മേളാറാം ഭയങ്കര സാഹസികനായിരുന്നു. ചൽ ഷേര നീച്ചെ ചലത്തെ ഹേ, ചൽ ഷേര നിർഭയോടുകൂടി, ചൽ ഷേറ എന്ന് പറഞ്ഞാൽ ഉസ്നെ അപ്പനെ കുത്തോസെ കഹ, ഷേറ എന്നായിരുന്നു പട്ടിയുടെ പേര്. നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മേളാറാം പറഞ്ഞു. തബി കോയി കുത്തേ പർ ചപ്പട്ടെ, ആ നിമിഷം തന്നെ ആരോ കുത്തയുടെ മുകളിലേക്ക് ചാടി വീണു. ചപ്പട്ടനാന്ന് പറഞ്ഞാൽ ചാടി വീണു. കുത്തേ പർ ചപ്പട്ടനെ വാലെ പ്രാണി അജീബ് ആകാർ കാത്ത, പട്ടിയുടെ മുകളിലേക്ക് ചാടി വീണ ആ ജീവി ഒരു വിചിത്ര രൂപമുള്ളത് ആയിരുന്നു. ഉസ്ക ശരീരത്തോ ആത്മീകാഥ, അതിൻ്റെ ശരീരം മനുഷ്യൻ്റേതുപോലെ ആയിരുന്നു. ലേക്കിൻ ഹാവ് പവു ജാൻവർ, എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആക്ഷൻസും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഒരു മൃഗത്തിൻ്റേതുപോലെയായിരുന്നു. ജൈസത്തെ തഹഖാനേസെ ബദബു ആരഹീത്തി, അങ്ങനെ ആണെങ്കിൽ തന്നെ ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കരമായ ബദബു, ഫോൾട്ട് സ്മെല്ല്, ഭയങ്കര വൃത്തികെട്ട മണവും കൂടെ അതിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. जलते ही उस प्राणी को काबू में कर लिया. മേളാറാം ജൽദി ഹി ഉസ് പ്രാണിക്കോ കാബൂമേം കർ ലിയ, മേളാറാം പെട്ടെന്ന് തന്നെ ആ ജീവിനെ പിടിച്ചു, അതിനെ തൻ്റെ അടിമയാക്കി. ജിസ് തഹഖാനേമേ വഹ രഹതാ ഥ, എവിടെയാണോ അദ്ദേഹം താമസിച്ചിരുന്ന ആ സ്ഥലം, അണ്ടർഗ്രൗണ്ട്, വഹാം ബഹുത് ഹി ഖട്ടിയാൻ പടി ഹുയി തി, ആ മന്ദിരത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണല്ലോ ആ ജീവി താമസിച്ചിരുന്നത്. അവിടെ വളരെയധികം എല്ല് കഷ്ണങ്ങളെല്ലാം ചിതറിത്തെറിച്ച് കിടപ്പുണ്ടായിരുന്നു.
ഈ അണ്ടർഗ്രൗണ്ട് ഏരിയയിൽ അവർ ഇറങ്ങി ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ കുറേ അധികം എല്ലും കഷ്ണങ്ങളൊക്കെ ചെന്നി കിടക്കുന്ന ഉണ്ടായിരുന്നു. മേജർ നിക്സൺക്കോ സാറാ മാമല സംശമയായ മേജർ നിക്സൺ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഉൻഹോനെ കഹ, അദ്ദേഹം പറഞ്ഞു, ലഗ്താ ഹൈ, എനിക്ക് തോന്നുന്നത് ബച്പൻ മേ ഇസേ കോയി ഭേഡിയാനെ ചുരാ ലിയാ ഹെ, കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഇതിനെ ഏതെങ്കിലും വോൾഫ്, ചെന്നായ ഇതിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കണം. ഉസ്കി സംഗതി മേ രഹ്കർ ഖുബ് ഭേഡിയ ബൻ ഗയാ ഹെ, അതിൻ്റെ കൂടെ താമസിച്ച്, ഈ ഭേഡിയയുടെ കൂടെ താമസിച്ചുകൊണ്ട് ഇത് കൂടുതലും ഒരു ചെന്നായയായി മാറിയിരിക്കുന്നു. उनके संग रहकर खूब भेड़िया बन गया है और भेड़ियों की तरह शिकार करने लगता है. അങ്ങനെ ഭേടിയ, ചെന്നായ്ക്കളെ പോലെ അവൻ വേട്ടയാടാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു. तो एक ही है हमारे जानवरों का चोर, गाँव वाले बोले. ആ, ഇതാണല്ലേ നമ്മുടെ മൃഗങ്ങളുടെ കള്ളൻ, ഇവനാണല്ലേ എന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. ഹാം, ആജ് കെ ബാദ് കിസി പശു ഓക്കെ ചോരി നഹി ഹോഗി, ഇന്നത്തേന് ശേഷം ഇനി ഒരു പശുക്കളെയും ഒരു കള്ളന്മാരും മോഷ്ടിക്കുക ഇല്ല. ഇസ് ലഡ്കേക്ക് ഹിമ്മത്ത് കെ കാരൻ ഇസ് പർ ഇസ് നാർ ഭേടിയാക്ക പതാച്ചല, ഈ ആൺകുട്ടി മേളറാമിന് 16 വയസ്സേ ഉള്ളൂ അല്ലേ. മേളറാമിൻ്റെ ധൈര്യം കാരണം ഈ നാർ ഭേടിയയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കൗത്തെ ഹോ യോൻഖോനെ മേളറാം കി പിട്പട്ട് തപായ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മേളറാമിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് മേളറാമിൻ്റെ പുറത്ത് അഭിമാനം അല്ലെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്ത് കൊട്ടി. गाँव वालों ने उस नार भेड़िया का नाम बाल भगवान रखा. ഗ്രാമവാസികൾ ആ കുട്ടിയെ നാർഭേടിയയുടെ പേര് ബാൽ ഭഗവാൻ എന്ന് വെച്ചു. അവരത് കൊണ്ടുപോയി ആ കുട്ടിയെ കൊണ്ടുപോയി വളർത്താനൊക്കെ തുടങ്ങി കേട്ടോ. ഗ്രാമവാസികൾ മുടിയൊക്കെ വെട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഭക്ഷണം മനുഷ്യനെ പോലെ കഴിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ അവർ ചെയ്തു. इसका जिक्र വില്യം സ്ലീമൻ ജോ ഇലാഖയ്ക്ക് പ്രശാസക എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. ഓക്കെ, അതല്ല, അദ്ദേഹം ഒരു പ്രസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ആര്? വില്യം സ്റ്റീമൻ എന്ന് പറയുന്ന ആൾ. ഉൻഹോനെ അപ്നി പുസ്തകത്തി റാംബിൾസ് എഡ്ജ് The rambles and recollections of an Indian official में किया है. അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു പുസ്തകം അദ്ദേഹം എഴുതി. പുസ്തകത്തിൻ്റെ പേരാണ് ദ റാംബിൾസ്. അതവിടെ ഇംഗ്ലീഷ് വാക്കായതുകൊണ്ട് വായിക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുക. ദി റാംബിൾസ് ആൻഡ് റീകളക്ഷൻസ് ഓഫ് ആൻ ഇന്ത്യൻ ഒഫീഷ്യൽ. എങ്ങനെയാണ് അത് വായിക്കുന്നത്? ദി റാംബിൾസ് ആൻഡ് എന്നുള്ള എൻഡെന്നൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. ദ റാംബിൾസ് ആൻഡ് റീകളക്ഷൻസ് ഓഫ് ആൻ ഇന്ത്യൻ ഒഫീഷ്യൽ എന്നാണ് അത് വായിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് ഒന്നര പറഞ്ഞ് ദ റാംബിൾസ് ആൻഡ് റീകളക്ഷൻസ് ഓഫ് ആൻ ഇന്ത്യൻ ഒഫീഷ്യൽ എന്നാണ് അതിൻ്റെ പേര്, ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. मैं किया है. प्रसिद्ध साहित्यकार रुवायड കിബിലിങ്ക് ജബ് ഭാരത് ആയ തോ പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന റുവാഡ് കിബിലിങ്ക് ജബ് ഭാരത് ആയ തോ ഭാരതത്തിൽ വന്നപ്പോൾ തോനുഹോനെ വില്യം സ്റ്റീമൻ കി പുസ്തകം പഠി. വില്യം സ്റ്റീമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു. उन दिनों जब वे अपनी प्रसिद्ध पुस्तक द जंगल बुक लिख रहे हैं, ആ ദിവസം തൊട്ട് അദ്ദേഹം ഈ കഥകളൊക്കെ അറിഞ്ഞു. നമ്മുടെ ഉത്തർപ്രദേശ് അല്ലേ. ഓക്കെ, ഇത് ദ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന മൗഗ്ലി എന്ന് പേരുള്ള കഥയ്ക്ക് ആസ്പദമായ സംഭവം നമ്മുടെ ഇന്ത്യയിലാണ് നടന്നതെന്ന് അർത്ഥം നോക്കി. മധ്യപ്രദേശിൽ നടന്ന സംഭവമാണിത്. മധ്യപ്രദേശിൽ നടന്ന സംഭവം ഈ വില്യം സ്റ്റീമൻ എന്ന് പറയുന്ന ആൾ ഒരു പത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞു.
അദ്ദേഹം എഴുതിയ ബുക്കാണ് ദി റാംബിൾസ് ആൻഡ് റീകളക്ഷൻസ് ഓഫ് ഇന്ത്യൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതി. ആ പുസ്തകം പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന ബ്രിട്ടീഷുകാരിലെ ഒരു സാഹിത്യകാരായിരുന്ന റുവാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന സാഹിത്യകാരൻ ഭാരതത്തിൽ വന്നപ്പോൾ ഈ പുസ്തകം വായിക്കാൻ ഇടയായി. അങ്ങനെ ആ ദിവസം തൊട്ട് അദ്ദേഹം ദ ജംഗിൾ ബുക്ക് എന്ന പേരുള്ള പുസ്തകം എഴുതാനായിട്ട് ആരംഭിച്ചത്. അതിന് ആസ്പദമായ സംഭവം നമ്മുടെ ഭാരതത്തിലാണ് നടന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇത്ര വളരെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ലിഖ് രഹേ थे तो उन्हें बाल भगवान की याद आई. ദ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന പുസ്തകം തുടങ്ങിയപ്പോൾ അദ്ദേഹം ഭഗവാൻ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടായി. उसी को उन्होंने ജംഗിൾ ബുക്ക് മേ മോംഗ്ലി നാം ദിയ. ഈ ബാൽ ഭഗവാൻ എന്ന പേര് ദ ജംഗിൾ ബുക്കിൽ അദ്ദേഹം മൗഗ്ലി എന്ന പേര് കൊടുത്തു. ഇതാണ് നമ്മുടെ കഥ. ഓക്കെ, അതൊരു വലിയ ഒരു അറിവാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇതിനാസ്പദമായ ഒരു സംഭവം ഉണ്ടായിരുന്നെന്നും ഒരാളുടെ സങ്കല്പ സൃഷ്ടിയല്ല മൗഗ്ലി എന്നും അത് നമ്മുടെ ഭാരതത്തിൽ മധ്യപ്രദേശിൽ ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അത് വെറും തമാശ ആയിട്ടുള്ള ഒരു പുസ്തകം അല്ല. ഡോക്ടർ കൈലാസ് നാരദ് ആണ് ഇപ്പം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ ലേഖനം എഴുതിയത് ഇപ്പം നമ്മൾ പഠിച്ച ലേഖനം എഴുതിയത് ഡോക്ടർ കൈലാസ് നാരദാണ്. ഇനി ചക്മക് നവംബർ 208 से സാഫ അന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവമൊക്കെ പിടികിട്ടി. ഇപ്പം നമുക്ക് അടുത്ത പാഠമൊക്കെ നിങ്ങൾ വായിക്കുക കേട്ടോ. പാഠം വായിക്കുക നല്ല കുട്ടികളായിട്ട്. ഓക്കെ, താങ്ക് യു. മനസ്സിലായല്ലോ. നമ്മുടെ ഈ മൗഗ്ലി എന്ന പേര് എന്ന് പറയുന്ന ഒരു കഥയുണ്ടാകാനും കാർട്ടൂണൊക്കെ ഉണ്ടാകാനായിട്ടൊക്കെ കാരണം ആരാണ്? നമ്മുടെ മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവം തന്നെയാണ്. അത് നടന്ന സംഭവമാണെന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്നുള്ള മീനിങ് നോക്കാം. ജാൻവർ പശു ആനിമൽ, ലാപത ഖോജാന മിസ്സിങ്, छाप निशान मार्क, तादाद संख्या नंबर, सहमना डर, जाना गेट अफ्रेड, साहसी हिम्मत वाला करेजियस, काबू वश में ओवरकम, मामला बात घटना मैटर, वापस रिटर्न, परेशान ट्रबल, ढूंढना सर्च, नरम सॉफ्ट जेंटल, खबरें न्यूज़, गेस्ट, पेट्रोल लाठी स्टिक, बाड़ा कॉम्पाउंड, कदमों स्टेप्स, हथेलियाँ पाम्स, बरसात रेन, जहाँ तहाँ हियर एंड देयर, सावधानी केयरफुलनेस, बर्तनी टू मेक ए यूज ऑफ, सन्नाटा स्टिलनेस, घना जंगल डेंस फॉरेस्ट, फौकना टू बार्क, मशालो टॉर्च, अजीब स्ट्रेंज, हाव भाव गेस्चर्स, जिक्र मेंशन, रेफरेंस प्रसिद्ध फेमस, किस्सा स्टोरी टेल,